ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് SSC CGL ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no substitution. അവരിവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് എന്താ? While washing your hands, rub them together for 20 seconds to remove the microbes on them. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ദി മൈക്രോബ്സ് ഓൺ ദെം ആണ്. ഇതിന് വല്ല ചേഞ്ചസും വേണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ചേഞ്ച് വേണ്ടത് എന്നുള്ളത് നമ്മൾ താഴെ നിന്ന് എടുത്തെഴുതണം. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കൂ. ദ മൈക്രോബ്സ് ഓൺ ദോസ്, അത് തെറ്റാണ്. മൈക്രോബ്സ് ഓൺ ദോസ് എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെ ദ മൈക്രോബ്സ് ഓൺ മൈക്രോബ്സ് ഓൺ തെറ്റാണ്. ദ മൈക്രോബ്സ് ഓൺ മൈക്രോബ്സ് ഓൺ എന്ന് പറയില്ല. ഓൺ അതുപോലെ തന്നെ ഓൺ ദോസ് ഒക്കെ തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ് യൂസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ദ മൈക്രോബ്സ് ഓൺ ദെം എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. അതിന് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആണ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ആണ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദി ഗിവൻ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ സെന്റൻസിന്. ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. The invigilator is advising the students not to carry calculators into the examination hall. അപ്പോൾ നമ്മൾ ഒരു സെന്റൻസിന് അല്ലെങ്കിൽ ഒരു പാസീവ് വോയിസിൽ കൊടുത്തിട്ടുള്ള സെന്റൻസിനെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ടെൻസ് ഏതാണ്, ആ സെന്റൻസിന്റെ ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ടെൻസ് ഏതാണ്? കണ്ടിന്യൂസ് ടെൻസ് ആണ്, അഡ്വൈസിംഗ് ആണ്, ING ഫോം അല്ലെ, ജെറൻ ഫോം ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി കണ്ടിന്യൂസ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പാസീവ് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റും? അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ആണ് എഴുതുന്നത്. അതിനുശേഷം അത് കണ്ടിന്യൂസ് ടെൻസിലായ കാരണം ഈസോ ആറോ ആമോ, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ്, അതുപോലെ തന്നെ പ്ലൂറൽ ആണെങ്കിൽ ആറ്, പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ ആമോ. അതിനുശേഷം കണ്ടിന്യൂസ് ടെൻസ് ആണ്, അപ്പോൾ ബീയിങ് ആണ് വേണ്ടത്. ദെൻ തേർഡ് ഫോം ഓഫ് ദി വെർബ് ബൈ നമ്മുടെ സബ്ജക്റ്റ് ബൈ ഏജന്റ്. ഇവിടെ നോക്കൂ, ഏത് സെന്റൻസ് ആണ് താഴെ കൊടുത്തിരിക്കുക, ഏത് ഓപ്ഷൻ ആണ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഈ ഒരു സ്ട്രക്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ദി സ്റ്റുഡൻസ് വെർ അഡ്വൈസ്ഡ് നോട്ട് ടു ക്യാരി കാൽക്കുലേറ്റേഴ്സ് ഇൻ ടു ദി എക്സാമിനേഷൻ ഹോൾ. അല്ല, തെറ്റാണ് അല്ലെ. അടുത്ത് നോക്കൂ. ദ സ്റ്റുഡൻസ് ആർ ബീയിങ് അഡ്വൈസ്ഡ് ബൈ ദി ഇൻവിജിലേറ്റർ നോട്ട് ടു ക്യാരി കാൽക്കുലേറ്റേഴ്സ് ഇൻ ടു ദി എക്സാമിനേഷൻ ഹോൾ. അടുത്ത് നോക്കൂ. ദ സ്റ്റുഡൻസ് ഹാവ് ബീൻ അഡ്വൈസ്ഡ് നോട്ട് ടു ക്യാരി കാൽക്കുലേറ്റേഴ്സ് into the examination hall by the invigilator. അടുത്ത് നോക്കൂ. The students were advised the invigilator not to carry calculators into the examination hall. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ രണ്ടാമത്തേതല്ലേ കറക്റ്റ് ആയിട്ട് അല്ലെ. സ്റ്റുഡൻസ് ഉണ്ട്, ഒബ്ജക്റ്റ് വന്നിട്ട് സ്റ്റുഡൻസ് ഉണ്ട്, ഓക്കെ സ്റ്റുഡൻസ് ഉണ്ട്. അതിനുശേഷം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ ആറുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രക്ചറിലെ പോലെ തന്നെ ബീയിങ് ഉണ്ട്. അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദി B3 ആണ് വെച്ചിട്ടുള്ളത്, അഡ്വൈസ്ഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബൈ, ശേഷം നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഏജന്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടാൽ തന്നെ വയലൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് തെറ്റാണ്. വയലൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താ? വയലൻസ് അല്ലെ, VIOLENC വയലൻസ്. ഇവിടെ തെറ്റാണ്, ഈ ഐ ഇവിടെ വരണം. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ, കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദി ഗിവൻ സെന്റൻസ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. സെന്റൻസ് എന്താ? എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് said the doctor. ഡോക്ടർ പറയാണ്, എന്താ ഡോക്ടർ എന്താ പറഞ്ഞ? എല്ലാം ശരിയാവും, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻസ് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഈസ് എന്നുള്ളത് വാസാക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കൂ. ദ ഡോക്ടർ സെഡ് ദാറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. ഇവിടെ ഈസ് ഉണ്ട്, തെറ്റാണ്.
The doctor said that everything are going to be all right. അതും തെറ്റാണ്. The doctor said that everything will be all right. അതും തെറ്റാണ്. ഏതാണ് correct option? The doctor said that everything was going to be all right. Tense change ചെയ്യാം. ഇവിടെ present tense is ഉള്ളത് was ആക്കുക. The doctor said that everything was going to be all right. Option 3 ആണ് correct answer. അടുത്ത question ആണ് select the option that can be used as one word substitute for the given group of words. താഴെ കൊടുത്തിട്ടുള്ള ഈ വേർഡ്സ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പ്രോപ്പർ ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വേർഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിനെ എല്ലാം കൂടെ എന്ത് പറയും, കളക്റ്റീവായിട്ട് എന്ത് പറയും? ഇതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹേർഡ് ഫ്ലോക്ക് ഓഫ് ആനിമൽസ് ബീങ് ഡ്രിവൺ ഇൻ എ ബോഡി. ക്രൗഡ് അല്ല, ക്ലസ്റ്റർ അല്ല, ത്രോങ് ജനക്കൂട്ടല്ല, അതുപോലെ തന്നെ ക്ലസ്റ്റർ കൂട്ടല്ല, അതുപോലെ പുരുഷാരം എന്നൊക്കെ പറയില്ലേ, ത്രോങ് അല്ല, പിന്നെ എന്താണ്, ഡ്രോവ് ആണ്. ആൾക്കാരികളുടെ ഡ്രോവ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഈ കൊടുത്തിട്ടുള്ള ഗ്രാജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ ആന്റണിം എന്താണ്, ഓപ്പോസിറ്റ് വേർഡ് ആണ്, വിപരീത പദം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാജുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമാതീതമായി എന്നുള്ള ഒരു അർത്ഥം. ജെന്റിലും ഏകദേശം ആ അർത്ഥമാണ് വരുന്നത്. റെഗുലറും അതാണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ക്രമാതീതത്തിന്റെ ഓപ്പോസിറ്റ് അല്ല, വളരെ സ്ലോ ആയിട്ട്, വളരെ പതുക്കെ. ഓപ്ഷൻ അബ്രപ്റ്റ് ആണ് കറക്റ്റ്. ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അതായത് ക്രമാതീതമായി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വളരെ ക്രമമില്ലാതെ, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, സഡൻ എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് അബ്രപ്റ്റ് എന്ന് പറയുന്നത്. അബ്രപ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ. ഗ്രാജുവലിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്, അബ്രപ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ. ഓക്കെ, അബ്രപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഈ ബ്ലാങ്കിൽ സ്യൂട്ട് ആയിട്ടുള്ള വേർഡ്സ് വേർഡ് ഏതാണോ ചോദിച്ചിട്ടുള്ളത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ. നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ഇന്ത്യ ഈസ് ഫോർമലി മൂവിംഗ് അഹെഡ് ടു ഡാഷ് 21 MiG-29 and 12 Sukhoi 30 MKI fighters from Russia along with upgrades of their existing fleets. അല്ലെ, ഇവിടെ വരേണ്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇന്ത്യ ഈസ് ഫോർമലി മൂവിംഗ് അഹെഡ് ടു അഡ്വാൻസ് ആണ് വരേണ്ടത്. അഡ്വാൻസ്, അക്കംപ്ലിഷ് അല്ല, അച്ചീവ് അല്ല, പ്രോക്യൂർ അല്ല, അഡ്വാൻസ് ആണ് വരേണ്ടത്. അതായത് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്, നമ്മുടെ എന്താ പറയാ, കൂടുതൽ മെച്ചപ്പെടുത്തുക, കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥമാണ് വരേണ്ടത്. അപ്പോൾ അഡ്വാൻസ് ആണ്. ഓക്കെ, അഡ്വാൻസ്. ഇന്ത്യ ഈസ് ഫോർമലി മൂവിംഗ് അഹെഡ് ടു അഡ്വാൻസ് ടു 21 MiG-29 and 12 Sukhoi 30 MKI fighters from Russia along with upgrades of their existing fleets. അടുത്ത് നോക്കൂ. ഹാഡ് യു നോട്ട് റീച്ച്ഡ് ഇൻ ടൈം വി വിൽ ഹാവ് ലോസ്റ്റ് അവർ ലൈഫ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഫോളോയിങ് സെന്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ. ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസ് അവർ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇനി ഇതിലേത് പാർട്ടിലാണ് എറർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പാർട്ടിലാണ്? ഒരു പാർട്ടിൽ എന്തായാലും എറർ ഉണ്ട്. അപ്പൊ ഏത് പാർട്ടിലാണ് എറർ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഹാഡ് യു നോട്ട് റീച്ച്ഡ് ഇൻ ടൈം വി വിൽ ഹാവ് ലോസ്റ്റ് അവർ ലൈഫ്. എന്താണ് അവർ അർത്ഥാക്കിയിരിക്കുന്നത്, അർത്ഥാക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ടൈമിന് എത്തിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടേനെ. അപ്പൊ വില്ലാണോ വരേണ്ടത്? വില്ലാണോ വരേണ്ടത്? അല്ല. എന്താ വരേണ്ടത്? വുഡ് ആണ് വരേണ്ടത് അല്ലെ. ഹാഡ് വി നോട്ട് റീച്ച്ഡ് ഇൻ ടൈം വി വുഡ് ഹാവ് ലോസ്റ്റ് അവർ ലൈഫ്. എവിടെയാണ് തെറ്റുള്ളത്? വി വിൽ ഹാവ് അല്ല വരുന്നത്, വി വുഡ് ഹാവ് ആണ് വരുന്നത്. ഓപ്ഷൻ 4 ആണ് എറർ ഉള്ള പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് സെന്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു പാർട്സ്. വൺ ഓഫ് ദം കണ്ടെയ്ൻസ് an error. Select the part that contains the error from the given options. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെന്റൻസിനെ 4 ആയിട്ട് അല്ലെങ്കിൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിലേതൊരു പാർട്ടിൽ എറർ ഉണ്ട്, ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, യു മസ്റ്റ് അവോയ്ഡ് റൈഡിംഗ് ഇൻ എ ക്രൗഡഡ് ബസ് ഓർ ട്രാവലിംഗ് ഇൻ എ മെട്രോ ഡ്യൂറിംഗ് റഷ് അവർ as both are quite unpleasant experiences. അല്ലെ, ഈ ക്വയറ്റ് അല്ല വേണ്ടത്. ഈ ക്വയറ്റ് എന്താണ്? ഈ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദത എന്നുള്ള ഒരു അർത്ഥമല്ലേ വരുന്നത്. നിശബ്ദത, കാമായിട്ടുള്ള നിശബ്ദത എന്നുള്ള ഒരു അർത്ഥമൊക്കെയല്ലേ വരുന്നത്. ഈ ക്വയറ്റ് അല്ല വരേണ്ടത്. ഒരു സർട്ടൻ ഡിഗ്രി വരെ അല്ലെ, ഒരു പരിധി വരെ, അല്ലെങ്കിൽ തികച്ചും എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വയറ്റ് വേറെ ക്വയറ്റ്. ഏത് ക്വയറ്റാ? QUITE ക്വയറ്റ് ആണ് വരുന്നത്. അപ്പോൾ as both are ഈ ക്വയറ്റ് അല്ല, ഈ ക്വയറ്റ് ആണ്. quite unpleasant experiences. ഓപ്ഷൻ 4 ആണ്
4ലാണ് എറർ ഉള്ളത്. ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിലാണ് എറർ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. ഈ കൊടുത്തിരിക്കുന്ന ഇഡിയത്തിന്റെ പ്രോപ്പർ മീനിങ് എന്താണെന്നാണ്. ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ വാല്യൂ ഫോർ മണി ആണ് കേട്ടോ. ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ വാല്യൂ ഫോർ മണി. ഓപ്ഷൻ 1 ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെന്റൻസസ് ഓഫ് പാരഗ്രാഫ് ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. തെറ്റായിട്ടുള്ള ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അറേഞ്ച് ദ സെന്റൻസ് ഇൻ ദ റൈറ്റ് ഓർഡർ ടു ഫോം എ മീനിങ്ഫുൾ ആൻഡ് കൊഹറന്റ് പാരഗ്രാഫ്. നമ്മുടെ 4 ഓപ്ഷൻസ്, അതായത് സെന്റൻസുകൾ ഇങ്ങനെ ഒരു ഓർഡറിൽ ABCD എന്നുള്ള ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പറയണത് എന്താണ്, ഇത് ജംബിൾഡ് ഓർഡർ ആണ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ ആക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ സെന്റൻസുകൾ ആദ്യം വായിച്ചു നോക്കാതെ നമ്മൾ ഈ ഓപ്ഷൻ നോക്കുക. ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഓർഡറിൽ സെന്റൻസുകൾ വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് തോന്നും ഏത് സെന്റൻസ് ആണ് കറക്റ്റ് എന്നുള്ളത്, അതാണ് ആൻസർ. ഓക്കെ, നമ്മൾ ഓപ്ഷൻ എടുത്ത് വായിച്ചു നോക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോ ഓപ്ഷനും വായിച്ചു നോക്കണം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ DBAC, ബി എന്നുള്ള ഓപ്ഷൻ ആണ്. DBAC എന്നുള്ള ഓർഡറിലാണ് ഇതിൽ വരേണ്ടത്. നമുക്ക് DBAC വായിച്ചു നോക്കാം. ആദ്യം ഹെയർ ബീങ് പർസ്യൂഡ് ബൈ an eagle took himself for refuge to the nest of a beetle who he begged to save him. എന്താണ്, ഒരു മൊയൽ, ഈഗിള് ഫോളോ ചെയ്യുന്ന ഒരു മൊയൽ എങ്ങോട്ട് പോവാണ്, നമ്മുടെ ഒരു വണ്ടിന്റെ ഇതിലേക്ക് വരികയാണ്. എവിടേക്ക്, കൂട്ടിലോട്ട് അല്ലെങ്കിൽ വണ്ടിന്റെ നെസ്റ്റിലോട്ട് വരികയാണ്. എന്നിട്ട് സേവ് ചെയ്യാൻ പറയണം അല്ലെ. പിന്നെ എന്താ ഉണ്ടായത്, The beetle therefore interceded with the eagle, begging of him not to kill the poor suppliant and pleaded with him not to kill small an animal. അപ്പൊ നമ്മുടെ ബീറ്റിലിനോട് സേവ് ചെയ്യാൻ പറയണം. അപ്പൊ ബീറ്റിൽ പറയാണ്, ബീറ്റിൽ മധ്യസ്ഥത വഹിക്കുകയാണ് അല്ലെ. എന്നിട്ട് പറയാണ് എനിക്ക് കൊല്ലണ്ട, ഒരു പുവർ സപ്ലിയന്റ് തന്നെ കൊല്ലണ്ട, ഇത്രയും സ്മോൾ ആയിട്ടുള്ള അനിമലിനെ കൊല്ലണ്ട എന്ന് പറയാണ്. പിന്നെ എന്താ പറയുന്നത്, ബട്ട് ദ ഈഗിൾ ഇൻ wrath gave the beetle a flap of his wing and straight away seized upon the hare and devoured him. അല്ലെ. അപ്പോ ഈഗിൾ എന്താ ചെയ്യുന്നത്, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ഫ്ലാപ്പ് ഓഫ് ഹിസ് വിങ്, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാണ്, മറ്റേ സീസി ആണ്, അതായത് ബീറ്റിലിന്റെ അടുത്ത് നിന്ന് ആ ഹെയറിനെ, മൊയൽ കുട്ടീനെ അല്ലെങ്കിൽ മൊയലിനെ സീസ് ചെയ്തിട്ട് വിഴുങ്ങി. അതിനുശേഷം എന്താ ഉണ്ടായത്, വെൻ ഈഗിൾ ഫ്ലൂ അവേ, എന്നിട്ട് ഈഗിൾ പറന്നുപോയി. അപ്പോൾ ഈഗിൾ പറന്നുപോയ ശേഷം എന്തുണ്ടായത്, ബീറ്റിൽ ഫ്ലൂ ആഫ്റ്റർ ഹിം, ബീറ്റിൽ അവന്റെ പിന്നാലെ പറഞ്ഞു. എന്തിന്, ടു ലേൺ വേർ ഹിസ് നെസ്റ്റ് വാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാരാജംബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജംബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സെന്റൻസുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡിസോർഡർ ആയിട്ട് നമ്മുടെ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ആൻസറിലേക്ക് പോകുമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള ഓർഡറുകൾ വായിച്ചു നോക്കുക. ഇവിടെ വന്നിട്ടുള്ളത് DBAC എന്നുള്ള ഓർഡറാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഈ റേസ് ദ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയമിന്റെ അപ്രോപ്രിയേറ്റ് മീനിങ് എന്താണെന്ന് വെച്ചിട്ടുള്ളത്. റേസ് ദ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സെറ്റ് ഹയർ ഗോൾസ് ആണ്. റേസ് ദ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പോൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. വീഡിയോ കാണുന്ന നമ്മളെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.